Hi dears, welcome to Tasty Tour. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. ഇപ്പോൾ രാവിലത്തെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 5:30 ആകുമ്പോഴാണ് കിച്ചണിലേക്ക് വരാറ്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് അരച്ചെടുത്തതാണ്. ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 ദിവസത്തേക്കുള്ളതാണ് അരച്ചെടുക്കാറ്. അപ്പോൾ ഇന്നത്തേക്കുള്ളത് എടുത്ത് വെച്ച് നാളത്തേക്കുള്ളത് ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. പിന്നെ അതുപോലെ തന്നെ ചായക്കുള്ള വെള്ളം അപ്പോൾ തന്നെ വെക്കും. വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അരി അരച്ചല്ല ചെയ്തത്, അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ ദോശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് ഉഴുന്നക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലവണ്ണം മിക്സിയിൽ അരച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവയും അതുപോലെ കുറച്ച് ഉപ്പും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയതാണ്. 2 ദിവസം വരെ കേടുവരാതിരിക്കുകയും ചെയ്യും. പിന്നെ ഈ ദോശയിലേക്ക് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാൻ ഞാൻ വെജിറ്റബിൾ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളൊരു കറിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. കുക്കറിലാണ് ഇത് ഞാൻ ചെയ്യണത്. അപ്പോൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ്, ബീൻസ്, കുറച്ച് ഗ്രീൻ പീസ്, അതുപോലെ ഒരു പൊട്ടാറ്റോ ഇവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കുക്കറിൽ ഒരു 2 വിസിൽ വന്നാൽ ഇത് വെന്ത് കിട്ടും. കുക്കറിൽ വേവിക്കണം എന്നൊന്നുമില്ല കേട്ടോ, ഞാൻ വേഗം ആവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിച്ചത്. അപ്പോൾ ചായ റെഡിയായി, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള കറി റെഡിയാക്കിയാൽ മതി. ഇതിലേക്കുള്ള കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് ഓയിലും അതുപോലെ കുറച്ച് കറിവേപ്പില, കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചതച്ചത് നമ്മൾ വെജിറ്റബിൾസ് വേവിച്ചപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് കറി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നാൽ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ദോശക്കുള്ള കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ദോശയിലേക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മളെടുത്തുള്ള ഏതെങ്കിലും ഒരു പരിപ്പ്, തുവരപ്പരിപ്പോ കടലപ്പരിപ്പോ ഏത് പരിപ്പ് ചേർത്ത് കൊടുത്താലും വേണ്ടില്ല. പിന്നെ ഒരു 3-4 ഉണക്കമുളകും, പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു 2 വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ ഫ്ലേവർ ഉണ്ടായ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഒരു വലിയ ഉള്ളി, ഒരു വലിയ തക്കാളി ഇവ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഞാൻ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ പുളി ചേർത്ത് കൊടുത്താലും മതി, ഒരു ചെറിയ പീസ് പുളി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നല്ലവണ്ണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, തക്കാളിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അരഞ്ഞു കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഹസ്ബൻഡിന് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഓഫീസിലെത്തേണ്ടത്. അപ്പോൾ ഇതിന് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും റെഡിയാവും. ചില ദിവസം മോനെ എണീക്കും, ചില ദിവസം നേരെ വൈകിയാണ് കിടന്നുകണമെന്നുണ്ടെങ്കിൽ എണീക്കില്ല, ഉറങ്ങും. അപ്പോൾ ഇന്ന് ഏതായാലും എണീറ്റിട്ടുണ്ട്. ഹസ്ബൻഡ് പോയതിനു ശേഷമാണ് ഞങ്ങൾ ചായ കുടിക്കാറ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു. ഇപ്പോൾ കുറച്ച് കറിയും അതുപോലെ ദോശയും ബാക്കിയുണ്ട്. ഇപ്പോൾ ഞാനിത് ഇനി ഫ്രിഡ്ജിൽ വെക്കാറില്ല. പിന്നെ ചട്നി ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഇതൊരു 2 ദിവസം വരെ കേടുവരാതിരിക്കും. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടാവും, അത് അപ്പം തന്നെ കഴുകി വെക്കും. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. ചെറിയൊരു ബാൽക്കണി ഉണ്ട്, ഡ്രസ്സൊക്കെ അലക്കിയിടാനും പിന്നെ അതുപോലെ കളിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. നല്ല ചൂടായതുകൊണ്ട് തന്നെ കുറേ സമയമൊന്നും പുറത്തിരിക്കാൻ കഴിയില്ല. പിന്നെ റൂമിൽ വന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കിയിടും. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറ് റെഡിയാക്കും. ഹസ്ബൻഡ് ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ വരും. അപ്പോൾ ഇതിന് ചോറ് കറികളൊക്കെ റെഡിയാക്കണം.
അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് ക്യാരറ്റ് തോരന്, അതുപോലെ പരിപ്പ് കറി, പിന്നെ ഒരു ചിക്കൻ്റെ ഒരു വരട്ട്. അപ്പോൾ ഇതാണ് ഇന്ന് ഉച്ചക്കത്തേക്ക് റെഡിയാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് വെള്ളം ഒഴിച്ച് വെക്കണം. ഇപ്പോൾ ഞാൻ ചിക്കനിലേക്കും അതുപോലെ പരിപ്പ് കറിക്കൊക്കെ ഉള്ള വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ, അതുപോലെ കുറച്ച് കടുക്, കരിവേപ്പില ഇവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഇതിലേക്ക് ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നല്ലവണ്ണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ചിക്കൻ വരട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് കുറച്ച് കരിവേപ്പില അരിഞ്ഞത്, പിന്നെ അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനൊന്ന് നമ്മളിനി കറി ഉണ്ടാക്കുന്ന സമയം വരെ ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തിരിക്കട്ടെ. അപ്പോൾ ഇത് മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ചു കിട്ടും. അപ്പോൾ ഇനി നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക്, ചെറിയ ജീരകം, കറിവേപ്പില അവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം വാടി വരുമ്പോൾ ഇതിലേക്ക് പരിപ്പിട്ട് കൊടുക്കുക. വെള്ളത്തിൽ കുതിർത്തെടുത്ത് പരിപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഫുള്ള് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് കൂടുതൽ സമയമെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇവൻ്റെ കാര്യം എടുക്കുന്ന ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കും. ഇപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ പരിപ്പ് കറി റെഡി ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ രണ്ട് ഭാഗവും നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. നല്ല മുരിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പം ഞാനിതിലേക്ക് 2 ഉള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ്. ഇതും കൂടി ഇതിലിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയെടുത്താൽ മതി. നല്ലവണ്ണം വഴറ്റിയെടുത്താൽ മാത്രമേ ഈ ഒരു ചിക്കന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഉള്ളി നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഗരം മസാല അതുപോലെ വലിയ ജീരകം പൊടിച്ചത് ഇവ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല, ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ.
എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്നുകൂടി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കനും ഈ ഉള്ളി എല്ലാം കൂടി ഒന്ന് എണ്ണയിലിട്ട് നല്ലവണ്ണം ഒന്ന് മൊരിയിച്ചെടുക്കാം. കുറച്ച് കൂടുതൽ എണ്ണ ഇതിലുണ്ടാവുന്നത് നല്ലതാണ്, എന്നാലും ഇത് നല്ലവണ്ണം മൊരിഞ്ഞ് കിട്ടുള്ളൂ. കുറച്ച് കൂടുതൽ സമയം എടുത്തുകൊണ്ട് ഇത് ചെയ്യാം. അപ്പോൾ ഇത് നല്ലവണ്ണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഇത് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ക്ലീനിങ് ആണ്. അപ്പോൾ ആദ്യം ഞാൻ കിച്ചണ് ക്ലീൻ ആക്കും, എന്നിട്ടാണ് ബാക്കിയുള്ള എല്ലായിടത്തും ക്ലീൻ ആക്കൽ. അടിച്ചുവാരൽ തുടക്കൽ ഇവർക്ക് എന്നുള്ള ക്ലീനിങ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്നും ചെയ്തെടുക്കും. പിന്നെ മോനെ കുളിപ്പിക്കും. പിന്നെ ഹസ്ബൻഡ് 1 മണിയാകുമ്പോഴത്തേന് ഫുഡ് കഴിക്കാൻ വരും. അപ്പോഴത്തേന് ഏകദേശം എല്ലാ പണികളും തീർത്ത് വെക്കും. ആകെ 1 മണിക്കൂറേ ഉള്ളൂ ബ്രേക്ക് ടൈം. അപ്പോഴത്തേന് ഞാൻ ഫുഡൊക്കെ വിളമ്പി വെക്കും. അപ്പോൾ ഞങ്ങളും അപ്പം തന്നെ ഫുഡ് കഴിക്കും. അപ്പോൾ രാവിലെ എണീക്കണതുകൊണ്ട് തന്നെ ഈ ഒരു സമയമാകുമ്പോഴത്തേനും അവന് ഉറക്കം വന്ന് തുടങ്ങും. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ മടിയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവന് കുറച്ച് സമയം ഉറക്കി. അപ്പോൾ ഞാൻ സാധാരണ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല, TV എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കും. 4 മണിയാകുമ്പോൾ ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടി കഴിയും. അപ്പോൾ റൂമിലെത്താൻ വേണ്ടിയിട്ടൊരു 4:30 ഒക്കെ എടുക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിന് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ കൊണ്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കപ്പ് മൈദ, പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അപ്പോൾ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കുക. ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഇതൊന്ന് അരിച്ചെടുക്കുക, എന്നാൽ മാത്രമേ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. ഇപ്പം ഞാനിതൊരു 3 പ്രാവശ്യം നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ച് നമുക്ക് വേറൊരു ബൗളിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് മൈദയിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കാറ്. ഇത് ഞാനിപ്പോൾ 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മുട്ട കേക്കിൻ്റെ ഒരു ഫ്ലേവറാണ്, ഒരു ടീ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് വാനില എസൻസ് ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഈ ഒരു മുട്ടൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ ആയിക്കാരം ഈ ഒരു കേക്കിന് ഉണ്ടാവുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്കിനി ഈ മുട്ട നല്ലവണ്ണം പതപ്പിച്ചെടുക്കുക. നല്ലവണ്ണം പതഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മളിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. നല്ലവണ്ണം പതപ്പിച്ചെടുത്താലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുക. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചസാര നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മുഴുവനായിട്ട് മൈദ ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ കേക്കിൽ ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി അതുപോലെ കുറച്ച് കാഷ്യൂനട്ട് ചെറുതായി കട്ട് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മിക്സ് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഈ ഒരു കേക്ക് ഓവനിലാണ് വേവിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാനിതൊരു 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു 45 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം വേണം ഇതൊന്ന് റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് കൂടിയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു ദിവസത്തിലെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.